പോലീസ് ഫോഴ്സിൽ ചേരണമെന്ന സ്വപ്നവുമായി യാത്ര ചെയ്തുകൊണ്ടിരുന്ന അവൾ ഒരു ദിവസം ട്രെയിനിൽ കയറി. പക്ഷേ ആ യാത്ര ഒരു സ്വപ്നത്തിലേക്കല്ല, ഒരു ദുരന്തത്തിലേക്കായിരുന്നു. കള്ളന്മാർ ചെയിൻ വലിക്കാനെത്തുമ്പോൾ അവൾ പ്രതിരോധിച്ചു. അതിന്റെ പകയായി അവർ അരുണിമയെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു. റെയിൽവേ ട്രാക്കിൽ വീണ അവരുടെ ശരീരം അടുത്ത ട്രെയിൻ തട്ടി കീറിപ്പോയി. ഒരു കാൽ പൂർണ്ണമായും നഷ്ടപ്പെട്ടു. എന്നാൽ ആശുപത്രിയിൽ കണ്ണു തുറന്നപ്പോൾ അവൾ പറഞ്ഞ വാക്ക് ഒരു അത്ഭുതം തന്നെയായിരുന്നു. എനിക്ക് ഒരു കാലില്ലെങ്കിൽ എന്ത്, ഞാൻ എവറസ്റ്റിൽ കയറും. എല്ലാവരും ചിരിച്ചു, ചിലർ കരുണ പ്രകടിപ്പിച്ചു, ചിലർ അതിനെ അസാധ്യ സ്വപ്നം എന്ന് വിളിച്ചു. പക്ഷേ അരുണിമയുടെ മനസ്സിൽ മാത്രം ഒരു ചോദ്യമിരുന്നു: എത്ര പേർ എന്നെ സംശയിക്കുമെന്ന് കാര്യമില്ല, ഞാൻ എന്നെ വിശ്വസിക്കുമോ? മാസങ്ങളോളം കഠിനമായ ഫിസിക്കൽ ട്രെയിനിങ്, വേദന, നിരാശ, കണ്ണീര്, എത്രയോ നിമിഷങ്ങളാണ് അവൾ കടന്നുപോയത്. ഒരു കൃത്രിമ കാലിൽ താങ്ങി നിന്ന് ഓരോ പടിയിലും വേദന ഒപ്പമുണ്ടായിരുന്നു. പക്ഷേ ഓരോ വേദനയും ഓരോ തീരുമാനമായി മാറി. അവൾ വീഴാനല്ല, ഉയരാൻ ജനിച്ചതാണ്. മറ്റൊരാൾക്ക് ആയുസ് മുഴുവൻ വേണ്ടി വന്നു പോലും കീഴടക്കാൻ കഴിയാത്ത എവറസ്റ്റിന്റെ കൊടുമുടി അരുണിമ 2013 വിജയകരമായി കയറി അടയാളമിട്ടു. ഇന്ന് അരുണിമ സിൻഹ ഒരു കാൽ കുറവുള്ളവൾ ആയിരുന്നില്ല. ലക്ഷക്കണക്കിന് ആളുകൾക്ക് മാനസിക ശക്തി നൽകുന്ന ഒരു പ്രകാശം കൂടിയാണായത്. ജീവിതം നമ്മെ വീഴ്ത്തും, ചിലപ്പോൾ ഞെട്ടിക്കും, ചിലപ്പോൾ നമ്മെ തന്നെ ചോദ്യം ചെയ്യിക്കും. പക്ഷേ ഉയർന്നു നിൽക്കുന്നത് നമ്മുടെ ഉള്ളിലെ അവസാനത്തെ തീച്ചുളയാണ്. ഒരു കാൽ നഷ്ടപ്പെട്ടപ്പോൾ ലോകം അവളെ ദയനീയമായി കണ്ടു. എവറസ്റ്റ് കയറുമ്പോൾ ലോകം അവളെ അത്ഭുതമായി കണ്ടു. അവളുടെ കണ്ണിൽ ഇതെല്ലാം ഒരു തീരുമാനമായിരുന്നു. നമുക്കെല്ലാവർക്കും ഒരാശയം ചോദിക്കാനുണ്ട്: നമ്മുടെ ജീവിതത്തിലെ എവറസ്റ്റ് എന്താണ്? അതിനു മുൻപിൽ നാം ഭയക്കുന്നവരാണോ, അതോ ചെറുത്തു നിൽക്കുന്നവരാണോ?